ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിലനിൽക്കുമെങ്കിൽ മാത്രമേ ലോകത്ത് സനാതനധർമ്മം നിലനിൽക്കുകയുള്ളൂ. സനാതനധർമ്മം തകർക്കാൻ ആര് ശ്രമിച്ചാലും അത് അഗ്നിയിലേക്ക് അടുത്തു വരുന്ന ഈയരുടെയും ക്രിയാപാരികളുടെയും സ്തുതിയായി അവർ മാറും. സനാതനധർമ്മം എന്നാൽ എന്താണ് എന്ന് വിശ്വകർമ്മനായ നിങ്ങൾ ഓരോരുത്തരും പഠിക്കണം. എന്താണ് സനാതനധർമ്മം? ആരെങ്കിലും പറയാമോ? ഒറ്റ വാക്കിൽ സനാതനധർമ്മം എന്താണ് പറയാമോ? സർവധർമ്മ സമഭാവന. ഒറ്റ വാക്കിനെതിർത്ത് അതാണ് സനാതനധർമ്മം. എല്ലാം ഒന്നായി കാണുന്ന അവസ്ഥ. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവ്വചരാചരങ്ങളിലും ഞാനുണ്ട് എന്ന് പറഞ്ഞ ബ്രഹ്മദേവന്റെ ആ ചൈതന്യം. അപ്പോൾ സർവചരാചരങ്ങളിലുള്ള ബ്രഹ്മദേവനാണ് സർവകുലങ്ങളിലും സർവജാതിയിലും സർവഗോത്രങ്ങളിലുമുള്ളത്. ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും കോൺഗ്രസ്സുകാരായാലും അറബിയായാലും പാർസിയായാലും എല്ലായിടത്തുമുള്ളത് ആരാണ്? പരബ്രഹ്മ സ്വരൂപനായ ഈശ്വരൻ. ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തെ പല ഭാവങ്ങളിലൂടെ, പല രൂപങ്ങളിലൂടെ, പല ഭാഷകളിലൂടെ, പല അനുഷ്ഠാനങ്ങളിലൂടെ നമ്മൾ വിളിക്കുന്നു. അപ്പോൾ ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേര് സ്വാമി സാധുകൃഷ്ണാനന്ദ സരസ്വതിയാണ്. ഞാൻ എങ്ങനെയാണ് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക? സ്വാമിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ സ്വാമി സാധുകൃഷ്ണാനന്ദ സരസ്വതി. ഞാൻ സ്വാമി സാധുകൃഷ്ണാനന്ദ സരസ്വതി തലയിലോട്ട് പറയാറുണ്ടോ? നിങ്ങൾ എല്ലാം പറയാനാണ് ചെയ്യുന്നത്. കാലിക്കൊട്ടാരെങ്കിലും പറയുക. അപ്പൊ ഞാനൊന്ന് ഹൃദയത്തിൽ തൊട്ട് പറയും. പക്ഷേ ഹൃദയത്തിൽ തൊടുന്നതിന് എനിക്ക് എന്ത് വേണം? കൈ വേണം. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ, എന്നോട് ചോദിക്കുന്ന ചോദ്യം കേൾക്കാൻ എനിക്ക് ചെവി വേണം. നിങ്ങളോട് മറുപടി പറയാൻ എനിക്ക് നാവ് വേണം. നാവ് മാത്രമായിട്ട് കഴിയുണ്ടോ? നാവിനുള്ളിൽ കുറുനാക്കുണ്ട്. എനിക്ക് പല്ലുകൾ വേണം, ചുണ്ടുകൾ വേണം. അതുപോലെ എന്റെ ശരീരത്തിൽ ഓരോ അവയവങ്ങളും എനിക്കുണ്ടെങ്കിൽ മാത്രമേ ആംഗ്യത്തിലൂടെയും ശബ്ദത്തിലൂടെയും നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റൂ. അതുപോലെയാണ് 30 കോടിയിൽ വരുന്ന ദേവന്മാരും ദേവതകളും. അപ്പോൾ ദൈവം ഒന്നേ ഉള്ളൂ, ഈശ്വരൻ ഒന്നേ ഉള്ളൂ. മറ്റുള്ള കാണുന്ന ചരാചരങ്ങൾ മുഴുവൻ ആരാണ്? അതിന്റെ അംഗഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ബ്രഹ്മദേവനെ ഈ പ്രപഞ്ചത്തിൽ ആരാധിക്കുന്ന നാം വഴി മറ്റുള്ളവർ ആരാധിക്കാതെ ആ ബ്രഹ്മദേവനെ വിഷ്ണുവായും കൃഷ്ണനായും ശിവനായും ഭദ്രകാളിയായും സുബ്രഹ്മണ്യനായും ഗണപതിയുമായും ഒക്കെ പൂജിക്കുന്നത് എല്ലാം ഒന്ന് തന്നെയാണ്. പക്ഷേ ഇത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അത് കഴിയാത്ത കാലത്തോളം നമ്മളെ തിരിച്ചറിയാതെ നമുക്ക് ഈ തത്വങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. സർവചരാചരങ്ങൾ ഒന്നാണ് എന്ന തത്വം, അത് പാലിക്കപ്പെടുന്നതാണ് സനാതന ധർമ്മം. പക്ഷേ ഞാനാണ് വലുത്, എന്റെ മതമാണ് വലുത്, എന്റെ വിശ്വാസമാണ് വലുത്, എന്റെ ആചാരമാണ് വലുത്, ഞാൻ വിശ്വസിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ, എന്നെ വിശ്വസിക്കുന്ന ദൈവത്തിനല്ലാതെ വേറൊരു ദൈവത്തിനും ശക്തിയില്ല എന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ അവരോട് പണ്ട് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ കടക്ക് പുറത്തെന്ന് പറയണം. നമ്മുടെ വീടിന്റെ പടി കയറ്റരുത്. പക്ഷേ യേശുക്രിസ്തുവും നിങ്ങളുടെ ദൈവത്തെ പോലെ ഒരു ദൈവമാണ്. ആ ദേവന്റെ ചൈതന്യത്തെ, സ്നേഹത്തെ നിങ്ങളിലേക്ക് പകർന്നു തരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആരെങ്കിലും വന്നാൽ ധൈര്യമായിട്ട് സ്വീകരിച്ചു. പക്ഷേ യേശു മാത്രമേ ഉള്ളൂ, യേശു മാത്രമേ രക്ഷകനായി ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ അവരുടെ തലയിൽ കൈവച്ചിട്ട് പറയണം, കൃഷ്ണനുണ്ട് ക്രിസ്തുവിന്റെ സ്ഥാനത്ത് ഞങ്ങൾക്ക്. ക്രിസ്തു ജനിച്ചത് എവിടെയാണ്?
അങ്ങോട്ട് പോകുമെന്ന് പറയും. അവരോട് പറയണം, മതമൊന്നും നോക്കാതെ മനുഷ്യത്വം മാത്രം നോക്കിക്കൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന 33 ദേവന്മാരും ദേവതകളും പരബ്രഹ്മ സ്വരൂപനായ വിശ്വബ്രഹ്മദേവനും ഞങ്ങൾക്കുണ്ട്, നിങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞവരെ വിളിക്കും. അതാണ് വിശ്വബ്രഹ്മത്തിലായ നാം ചെയ്യേണ്ടത്. നമ്മൾ പറഞ്ഞു കൊടുക്കാൻ മനസ്സുള്ളവരായി തീരണം. വിശ്വബ്രഹ്മജർ നശിച്ച സനാതന ധർമ്മം നശിച്ചു പോകും. അപ്പോ സനാതന ധർമ്മം തകർക്കണം, സനാതന ധർമ്മം നശിക്കണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ ആര് നശിക്കണമെന്ന് പറയുന്നത്? വിശ്വബ്രഹ്മജർ നശിക്കണം, വിശ്വബ്രഹ്മജർ തകർക്കണം. വിശ്വബ്രഹ്മജർ തകർത്താൽ, വിശ്വബ്രഹ്മജരെ തകർത്താൽ സനാതന ധർമ്മം തകർന്നു പോകുമെന്ന് അറിയാലോ. അപ്പൊ അതുകൊണ്ട് സനാതന ധർമ്മം നിലനിർത്താൻ വിശ്വബ്രഹ്മജർ ഉണർന്നേ മതിയാവും. വിശ്വബ്രഹ്മജർ ശക്തിയുള്ളവരായി തീർന്നാലേ മതിയാവും. ആ ശക്തി നിങ്ങൾക്ക് ലഭിക്കേണ്ടത് വേദങ്ങളിലൂടെയും ആചാരാനുഷ്ഠാനങ്ങളിലൂടെയും. ആചാരങ്ങൾ വേണ്ട, അനുഷ്ഠാനങ്ങൾ വേണ്ട, വിളക്ക് കത്തിക്കേണ്ട, പൂജ വേണ്ട, താലി വേണ്ട, ഒന്നും വേണ്ട. ആരാ പറയുന്നത്? ജനാധിപത്യ പ്രക്രിയയിൽ ഭരണം നടത്തുന്ന രാഷ്ട്രീയക്കാർ. അവര് നമുക്ക് വേണം, സനാതന ധർമ്മത്തിൽ അവർക്കും ഭാഗമുണ്ട്. പക്ഷേ അവരെ മുഖ്യമന്ത്രിയെന്നും ധനമന്ത്രിയെന്നും ഗതാഗതമന്ത്രിയെന്നും ആരോഗ്യമന്ത്രിയെന്നും ഒക്കെ ഒരു സ്ഥാനം നൽകി അവരുടെ വണ്ടിക്ക് കൊടിയും അവർക്ക് ഇരിക്കാൻ പാർലമെന്റിനൊക്കെ പറഞ്ഞു കൊടുത്താൽ അതൊരു ആചാരമല്ലേ? അപ്പോൾ ആ ആചാരം അവിടെ നിലനിർത്തുന്നു. അവരെ കാണുമ്പോൾ നമ്മൾ എന്ത് വിളിക്കണം? സർവ്വത്ത് വിളിക്കണം. അതൊരു അനുഷ്ഠാനമല്ല. അവരുടെ മുന്നിൽ ചെല്ലുമ്പോൾ പടുകുത്തരം ചെല്ലണം. നിയമത്തിന് മുന്നിൽ എല്ലാവരും ഒന്നാണ്. നമ്മുടെ വീട്ടിൽ കയറി ചെയ്യുന്ന പോലെ ആചാരമുണ്ട്, അനുഷ്ഠാനമുണ്ട് എന്ന് പറയുന്നവർക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കല്ലുകൊണ്ട് കൊടുത്ത് കൊണ്ട് മടക്കി കുത്തി കയ്യൊക്കെ നിർത്തി ചെല്ലാൻ പറ്റുമോ? പോലീസ് സ്റ്റേഷനിൽ ഒരു ആചാരമുണ്ട്. റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടണം, അല്ലെങ്കിൽ ഫൈനടിക്കും. അതൊരു ആചാരമാണ്. എന്തിനു വേണ്ടി? നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി. അതുപോലെ തന്നെയാണ് അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞ ആചാരാനുഷ്ഠാനങ്ങൾ നമുക്കുള്ളത്. അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും എന്ന അനുഷ്ഠാനം നമുക്കില്ല. അങ്ങനെ അവസ്ഥ ഇല്ലാതെ വരട്ടെ. അങ്ങനെ വന്നാൽ എന്തായാലും സഹോദരനും സഹോദരിയും എന്ന ആ ഒരു ആചാരം നമുക്കില്ല എന്ന് വെച്ചാൽ ഒരമ്മ പ്രസവിച്ച മക്കൾ ആണും പെണ്ണും എന്ന ഒരു ചിന്ത കൊണ്ട് മാത്രം ഇരുന്നാൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കി. ആചാരമെന്താണ് വേണ്ട എന്ന് പറയുന്നവർ ഇതൊന്നും മനസ്സിലാക്കുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് ആചാരവും അനുഷ്ഠാനവും നിലനിൽക്കണം. എല്ലാ മതങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം. മതങ്ങളും രാഷ്ട്രീയവും എല്ലാവരും ആദരിക്കപ്പെടണം. അത് സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ്. സനാതന ധർമ്മത്തിന്റെ ഭാഗമാണ് ഋഷികൾ, സന്യാസിമാർ. വേദങ്ങളും പുരാണങ്ങളും ധരിച്ച കാലഘട്ടം മുതൽ രാജഭരണം നിലനിൽക്കുന്ന ആ ശ്രേഷ്ഠമായ കാലത്ത് രാജാക്കന്മാരോടൊപ്പം രാജസഭയിൽ രാജഗുരു ഉണ്ടായിരുന്നു. തന്റെ സിംഹാസനത്തിലേക്ക് രാജാവ് വന്ന് ഇരിക്കുന്നതിന് മുൻപ് ആ ഗുരുവിന്റെ മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുമായിരുന്നു. ഇന്ന് സന്യാസിമാരെ കണ്ടാൽ, മനുഷ്യന്മാരെ കണ്ടാൽ എത്ര പേര് നമസ്കരിക്കും? ഇന്ന് രാജാക്കന്മാർക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്നവരെ ഋഷിമാരാണ് വിളിക്കുന്നത്. അഡ്വൈസർമാർ, ഉപദേശകന്മാർ, പിന്നെന്താ പറയുന്നത്? വക്കീലന്മാർ. അവരോട് കൂടി അഭിപ്രായം ചോദിച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അവരെഴുതി വെച്ച നിയമങ്ങൾ വെച്ചിട്ടാണ് മാസം മാസം തിരുത്തി കൊടുക്കുന്ന, മാറ്റിമറിക്കുന്ന ഒരു പ്രമേയത്തിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ അവരുടെ ധർമ്മം പോകുന്നത്. പക്ഷേ സനാതന ധർമ്മം നിലനിൽക്കുന്നത് വേദ, പുരാണ, ഇതിഹാസ, ഉപനിഷത്ത് ഗ്രന്ഥങ്ങളിലൂടെയാണ്, ആചാര്യന്മാരിലൂടെയാണ്.
ആചാരാനുഷ്ഠാനങ്ങളിലൂടെയാണ്. ഒരു ക്ഷേത്രത്തിൽ പോയാൽ എങ്ങനെ നടക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നിൽക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതൊന്നും നമ്മൾ അറിയുന്നില്ല, നമ്മൾ പാലിക്കുന്നില്ല. അതുപോലെ കുടുംബത്തിൽ എന്തെല്ലാം ചെയ്യണം, ഏത് രീതിയിൽ ജീവിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് സനാതന ധർമ്മത്തിലൂടെ. അത് വിശ്വകർമ്മജർക്കാണ് പ്രചരിപ്പിക്കാനും പഠിക്കാനും പഠിപ്പിക്കാനും അധികാരമുള്ളത്. എല്ലാ കുലങ്ങൾക്കും ഉണ്ടല്ലോ. ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രരെയും ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് വിശ്വകർമ്മജരായ നാം ഓരോരുത്തരുമാണ്. വാതിൽ പണിത് വെച്ചിട്ട് ആശയപ്പെട്ട് കഴിയുന്ന ഒരാൾ വാതിൽ പണിത് വെച്ചു, അത് പിടിപ്പിച്ചു, കുറ്റി കൊടുത്തൊക്കെ ഇട്ടു, കൂട്ടി താക്കോലുമായിട്ട് പോന്ന പിന്നെ വാതിൽ തുറക്കാൻ പറ്റുമോ? വാതിൽ പിടിപ്പിച്ചു, അടിച്ചെടുത്തു, പിന്നെ അങ്ങനെ തന്നെ മുന്നിൽ കയറ്റി വെച്ചിട്ട് കൂട്ടിയിട്ട് പോകുന്ന താക്കോല് കൊടുത്തിട്ട് പോന്നാൽ ആ സ്ക്രൂ മുറുകിയില്ല എങ്കിൽ ആ വീടിന്റെ ദിവസം വാതിൽ തുറക്കുമ്പോൾ എന്ത് സംഭവിക്കും? വാതിൽ പറഞ്ഞ് ഒന്നിന് അദ്ദേഹത്തിന്റെ തല വീഴും, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആളുടെ തല വീഴും. വാതിൽ ഞാൻ പിടിപ്പിച്ചതാണ്, അത് തുറക്കോ അടക്കോ നിങ്ങൾക്ക് എതിർപ്പുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അപ്പോൾ സ്ക്രൂ വെക്കേണ്ട സ്ഥലത്ത് സ്ക്രൂ വെക്കണം. അതാണ് പറഞ്ഞു വരുന്നത്. കുട്ടി കൊടുത്ത് വെക്കേണ്ട സ്ഥലത്ത് കുട്ടി കൊടുത്ത് വെക്കണം. ആണി വെക്കേണ്ടത് ആണി വെക്കണം. തിളക്കം വെപ്പിക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യണം? ഉപതിലത്തിനും മാലയ്ക്കുമൊക്കെ തിളക്കം വെപ്പിക്കേണ്ടത് തിളക്കം വെക്കണം. തിളക്കം വെക്കേണ്ടാത്ത സ്ഥലത്ത് അത് വെക്കണം. ആയുധത്തിന് മൂർച്ച വെക്കേണ്ട സ്ഥലത്ത് മൂർച്ച വെക്കണം. അല്ലാത്ത സ്ഥലം മൂർച്ച ഇല്ലാത്തതായി വെട്ടിയെടുക്കണം. അത് ചെയ്യേണ്ട ഉത്തരവാദിത്വം വിശ്വകർമ്മത്തിനാണ്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും. പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറയേണ്ട സമയത്ത് പറയേണ്ടവരോട് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം വിശ്വകർമ്മജർക്കാണ്. വിശ്വകർമ്മജർ ഉണർന്നേ മതിയാവും. സൗഹൃദ നിധിയെ പോലുള്ള, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ വേദിയെ പോലുള്ള, സൗഹൃദ സദസ്സിനെ പോലുള്ള നിരവധി പ്രസ്ഥാനങ്ങൾ ഉണർന്നു വരണം. വിശ്വകർമ്മ ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളിലൂടെ വളർന്നു വരണം. ഇന്നിവിടെ നമ്മുടെ ആചാര്യൻ ഹോമങ്ങളി മന്ത്രങ്ങൾ എഴുതി പുസ്തകങ്ങളൊക്കെ കയ്യിൽ പിടിച്ചിട്ട് എന്ത് ചെയ്തു? നമ്മൾ നോക്കിയിരുന്നു എന്താണ് വിശ്വകർമ്മ സൂത്രം. ഇത് സൂത്രമാണെങ്കിൽ നമ്മളെങ്ങനെ എഴുതി കൊണ്ട് പഠിച്ചത്. പക്ഷെ ഇത് സൂക്തമായതുകൊണ്ട് ആർക്കും അറിയില്ല. ഞാൻ ആദ്യം സന്യാസിക്ക് എടുത്ത സമയത്ത് അത് കഴിഞ്ഞ് ഹിമാലയത്തിലേക്ക് പോയി. അവിടെ ചെന്ന് ജമ്മു കാശ്മീരിലുള്ള ശിവാനന്ദ ആശ്രമത്തിൽ ഗുരുനാഥനോടൊപ്പം വേഗം പഠിക്കാൻ കഴിഞ്ഞപ്പോൾ ശിവന്റെ ധ്യാനശ്ലോകം തന്നെ പഠിപ്പിക്കാൻ ആദ്യം ഒരു സ്വാമിയോട് പറഞ്ഞു. എന്റെ സീനിയർ ആയിരുന്നു സ്വാമിയോട്. സ്വാമി ആ മന്ത്രമൊക്കെ ചൊല്ലി ചെയ്തിരിക്കും. ഞാൻ ഇരുന്ന് വിറയത്തു. ആ ഐശ്വരത്ത നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തും ഞാൻ വേർത്തുള്ളി. എന്താ കാരണം? മഹേഷ കോടി അനഗഭിനരോ ശിഷ്ടലാത്തുണ്ട്. 3.5 മാസം കൊണ്ടാണ് ഞാനത് പഠിച്ചത്. ഒറ്റ സെക്കൻഡ് കൊണ്ട് ചൊല്ലിത്തീർക്കുന്ന മന്ത്രം 3.5 മാസം. അതുകൊണ്ട് എനിക്കറിയാം വിശ്വകർമ്മ സൂക്തമൊന്നും പഠിക്കാൻ നമുക്ക് നേരമില്ല. കാരണം നമുക്ക് കുഴിമന്തിയുടെ പിന്നാലെ പോകണം, കോഴിയുടെ പിന്നാലെ പോകണം, അതിന് ഒരുപാട് പിന്നാലെ പോകണം. അതുകൊണ്ട് സൂക്തം പഠിച്ചിരുന്നാൽ സമയത്തൊന്നും നടക്കില്ല. നിലവിളക്ക് തന്നെ വീടുകളിൽ നിലവിളക്കില്ല. എന്താ കാരണം? എപ്പോഴും നിലവിളിയ മുദ്രാവാക്യം പോലെയാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ പോകേണ്ടത് രാഷ്ട്രീയക്കാരുടെ പൊതുപിടിക്കാനാണ്. മുമ്പിൽ നിന്നുകൊണ്ട് നേതാവിന്റെ സ്ഥാനത്ത് മാറിയിട്ട് നടക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഒരു വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡന്റോ ഒരു MP
രാഷ്ട്രീയം നമുക്ക് വിശ്വകർമ്മർക്ക് വേണം. ഓരോ വ്യക്തിക്കും രാഷ്ട്രീയം വേണം. അവർക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് തിരഞ്ഞെടുക്കാം. എന്നിട്ട് വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗുണം ചെയ്യുന്ന, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന, ധർമ്മമുള്ള ഒരാളെ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അതിനെ വിജയിയെ തിരഞ്ഞെടുക്കുന്ന നിമിഷം വരെ നമുക്ക് രാഷ്ട്രീയ സ്പിരിറ്റുണ്ടാവാം. അത് കഴിഞ്ഞാൽ ജയിക്കുന്നയാൾ നമ്മൾ ഉയർത്തിപ്പിടിക്കണം, അദ്ദേഹത്തെ ബഹുമാനിക്കണം, അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ധർമ്മം നിലനിർത്താൻ, ജനാധിപത്യം നിലനിർത്താൻ നമ്മൾ സഹായിക്കണം. പക്ഷേ നമ്മൾ പാർട്ടിമാരോടൊപ്പം പോകണമെന്നല്ല പറയുന്നത്, നമ്മൾ ധർമ്മം ചെയ്യണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഘടനയിൽ പ്രവർത്തിച്ചോളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിശ്വകർമ്മ കൂട്ടായ്മകളിൽ പങ്കെടുത്തോളൂ. പക്ഷേ വിശ്വകർമ്മജനാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന ബോധം നിങ്ങളിൽ നിന്ന് അകന്നു പോകരുത്. ആ ബോധമാണ് നമുക്കുണ്ടാകേണ്ടത്. അതിനു വേണ്ടത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആത്മീയതയുമാണ്. ആചാര്യന്മാർ നമുക്ക് വേണം. നിങ്ങളുടെ ധർമ്മത്തെ ഏത് രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് സാത്വികമായ രീതിയിൽ പറഞ്ഞു തരാം. ഗുരുവായൂരിൽ ദൈവങ്ങൾക്ക് നമുക്ക് വിശ്വകർമ്മ സമൂഹ മഠമുണ്ട്. ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വരാം. നിങ്ങൾക്ക് ഏത് സംശയമുണ്ടോ ആ വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇന്ന് കേരളത്തിലുള്ള എൻ്റെ ഓർമ്മയിൽ ഇനി കൂടുതലുണ്ടെന്നറിയാം 73 വിശ്വകർമ്മ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ അംഗമാണ്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് എന്നെ ടാഗ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ചോദിക്കാം. കൃത്യമായ ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരാം. എനിക്കറിയില്ലെങ്കിൽ പൊതുവെ നമ്മുടെ ഗുരുക്കന്മാരുണ്ട്, അവരോട് ചോദിച്ചിട്ട് പറഞ്ഞു തരും. എല്ലാ കാര്യങ്ങളുമില്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും അറിയണം, എൻ്റെ ഒപ്പം, എന്നോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് 8ാം ക്ലാസ്സിലെ 7 എന്നോടൊപ്പം ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ച സഹപാഠിയായിരിക്കുന്നത് ഒന്ന് എഴുതുന്നുണ്ട്. പണ്ട് ഞാൻ സ്വാമി സാമൂഹ്യ സരസ്വതി ആകുന്നതിന് മുമ്പ് 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് തരത്തിലുള്ളവരായിരുന്നു എന്ന് അദ്ദേഹത്തിന് ചോദിച്ചാൽ ഇന്ന് കാവിയിട്ടുകൊണ്ട് ഈ യോഗത്തിൽ പഠിച്ചിറങ്ങുന്നതിന് മുമ്പ് 2 സ്റ്റാറും വെച്ച് കാക്കിയിട്ട് കയ്യിൽ രാത്രി പിടിച്ച് നടത്തുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ മൂവാറ്റുപുഴയിലും കോതമംഗലം അതുപോലെ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനുമൊക്കെ ഒരു സബ് ഇൻസ്പെക്ടർ രൂപത്തിൽ. അതിൽ കഴിഞ്ഞ് 11 വർഷം ക്ഷേത്ര മേൽശാന്തിയായി, മലബാർ ദേവസ്വം ബോർഡിന്റെ മേൽശാന്തിയായി ക്ഷേത്ര വിഗ്രഹത്തിൽ കുഞ്ചിക്കോട്ട് നടന്നിരുന്ന ഒരു കാലം. അങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇത്രയേറെ കാര്യങ്ങളോടെ ഇരിക്കാൻ, ഇത്രയേറെ വീട്ടിലുള്ള ഒരു സ്ഥാനത്ത് വരാൻ എനിക്ക് സാധിച്ചത്. അതിൻ്റെ മുന്നിൽ നമ്മുടെ പ്രസ്ഥാനത്തോടും ഞാൻ ഉദ്ദേശിച്ച കുലത്തോടുമുള്ള ആദരവുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ഓരോ നിമിഷവും ഇനി കളയാതെ വിശ്വകർമ്മ കുലത്തിന്റെ ഉണർവിന് മുന്നേറ്റത്തിനും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിനായി നാം ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഗുരുമാതകളിൽ ശങ്കരാചാര്യ സ്വാമിയുടെ വാക്കുകളെ ഞാൻ സമർപ്പിക്കുന്നു. ഒരു വാക്കുകൂടി പറയട്ടെ. പറയാതെ പോയാൽ ഇതൊരു വിഷമമാണ്. നമ്മുടെ ഏത് പരിപാടി നടന്നാലും അവിടെ ശങ്കരാചാര്യ സ്വാമി ആദരിക്കണം. ശങ്കരാചാര്യ സ്വാമിയുടെ ചിത്രമെങ്കിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വയ്ക്കുവാൻ ഞാൻ സൗഹൃദവേദിയിലെ എല്ലാമായ അന്വേഷിക്കുന്നത് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ ജഗദ്ഗുരുവാണ്, നമ്മുടെ കുലഗുരുവാണ് ശങ്കരാചാര്യ സ്വാമി. അദ്ദേഹത്തെ നമ്മൾ എപ്പോഴും മാനിക്കണം. ആ വിശ്വകർമ്മദേവനെയും ശങ്കരാചാര്യ സ്വാമിയെയും ആദരിക്കാത്ത, അംഗീകരിക്കാത്ത ഒരു കുടുംബവും വിശ്വകർമ്മജനല്ല. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീട്ടിൽ
വിശ്വകർമ്മദേവന്റെ ഒരു ചിത്രം, ശങ്കരാചാര്യ സ്വാമിയുടെ ഒരു ചിത്രം, ഒരു നിലവിളക്ക്, ഒരു കിണ്ടി ഇതെപ്പോഴും സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ ഓരോ വീടുകളിലും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ സന്യാസിമാർ 17 പേർ വിശ്വകർമ്മ ഇന്ന് കേരളത്തിലുണ്ട്. ഈ സന്യാസിമാർ ഞങ്ങളൊരു പരിവർത്തന യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ യാത്രയ്ക്ക് ഉടകം നിങ്ങളിലൂടെ ആവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഇടുക്കി ജില്ലയുടെ എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ ചുമതല വഹിക്കുന്ന അതിൻ്റെ കോർഡിനേറ്ററുമായ ഒന്നാണ് നമ്മുടെ സൗഹൃദ വേദി. അതുകൊണ്ട് സൗഹൃദ വേദിയെ പരീക്ഷിക്കുകയെ വിശ്വകർമ്മ സമൂഹം നടത്തിൻ്റെ കേരളത്തിൻ്റെ കോർഡിനേറ്റർമാരിൽ ഒരാളായി ആ മഠത്തിലെ പീഠാധീശ്വരൻ എന്ന നിലയിൽ ഈ വേദിയിൽ വെച്ച് തന്നെ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. വിശ്വകർമ്മ സമൂഹം 7,000 വരുന്ന ഭാരതത്തിലെ സന്യാസ മഠങ്ങളുടെ ചുമതലയുള്ള മഠമാണ്. അഖില ഭാരതീയ വിശ്വകർമ്മ സാധു സമാവേശ് സംഘ് എന്ന അറിയാം. അങ്ങനെയുള്ള പ്രസ്ഥാനത്തിന്റെ അംഗീകാരമുള്ള ഒരു പ്രസ്ഥാനമാണ് വിശ്വകർമ്മ സമൂഹമാണ്. ആ മഠത്തിന്റെ കോർഡിനേറ്റർമാരിൽ ഒരാളാണ് മനീഷ്. അതിന്റെ ആചാര്യന്മാരിൽ ഒരാളാണ് നമ്മുടെ അജയജി. അതുകൊണ്ട് കേരളത്തിന്റെ പ്രവർത്തനങ്ങളിൽ, മഠത്തിന്റെ പ്രവർത്തനങ്ങളിൽ സൗഹൃദ വേദിയുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും സഹായം പ്രതീക്ഷിക്കുന്നു. എല്ലാവരെയും പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ അനുഗ്രഹിക്കുക. എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണോ? സ്വാമിയുടെ പ്രഭാഷണം കേട്ട് ആ ഭാഗത്ത് കയ്യില്ലല്ലോ. എത്രയുണ്ട് എത്രയോ നല്ല കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പങ്കുവച്ചത്. ഓക്കെ, പ്രപഞ്ചശാസ്ത്രമാണ്. അനാവശ്യമായ വാദപ്രതിവാദങ്ങളും മത്സരങ്ങളും ഒഴിവാക്കി വിശ്വകർമ്മ ജയന്തി സംഘടനയും കൃഷ്ണജനെയും ആധ്യാത്മിക ഭക്തിയോടെ ആചരിക്കാൻ വിജയിപ്പിക്കുവാനും മുഴുവൻ വിശ്വകർമ്മ സംഘടനകളും ഒരുമയോടെ പരിശ്രമിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സ്വാമിജി പകർന്നുന്ന അറിവുകൾക്കും അനുഗ്രഹങ്ങൾക്കും നിറഞ്ഞ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അടുത്തത് വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇനി വേദിയിലെ വിശിഷ്ടാതിഥി, ഈ വേദിയെ നാമജപങ്ങളാൽ ധന്യമാക്കിയ നമ്മുടെ സ്വാമിജി, ആദരണീയനായ സദ്ഗുരു സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി മഹാരാജ്, അദ്ദേഹത്തെ ഏറ്റവും ഭക്തിയോടെ നിറഞ്ഞ ഹൃദയത്തോടെ ആദരിക്കുന്ന ചടങ്ങാണ് ആദ്യം. പ്രിയപ്പെട്ട എല്ലാവരും ബഹുമാന പുരസ്സരം ഹൃദയത്തിലിറക്കുകയും അനുഗ്രഹീതരാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദരം സ്വീകരിക്കാനായി സ്വാമിജിയെ ഏറ്റവും ബഹുമാനത്തോടെ കൂടി ക്ഷണിക്കുന്നു. ആദരം നൽകുന്നതിനായി നമ്മുടെ ട്രസ്റ്റിന്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ ശ്രീ മനീഷ് ജി അവരുടെയും ജനറൽ സെക്രട്ടറി ശ്രീമതി വത്സ ദേവദാസിനെയും ശ്രീ ദേവദാസിനെയും ട്രഷറർ ശ്രീ മഹേഷ് കണിയെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ ഒരു സുദിനത്തിന് മറ്റൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം വിശ്വകർമ്മ സൗഹൃദ വേദി കൾച്ചറൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആചാര്യ മണ്ഡലത്തിന്റെ പരമ ആചാര്യനായിട്ട് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള സ്വാമിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ ഒരു വിവരം വളരെ സന്തോഷപൂർവ്വം നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹത്തിന് അതുപ്രകാരമുള്ള ആദരവാണ് നമ്മൾ ഈ ഒരു ചടങ്ങിൽ കൊടുക്കുന്നത്. വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കണം. കാരണം ഇതൊക്കെ നമ്മൾ കൂടുതൽ ആളുകളെ നമുക്ക് എത്തിക്കണം. നമുക്ക് ആചാര്യന്മാരുള്ളവരെ നമ്മൾ കൊണ്ടുപോകുന്ന അതിന്
ഇതുപോലെ എല്ലാവരും അനുഭവത്തോടുകൂടി നമ്മുടെ ഈ പുരസ്കാരം സ്വാമിക്ക് കൈമാറുകയാണ്. എല്ലാവരും നമ്മൾ കഴിക്കണം. സ്വാമിജിക്ക് ഒരിക്കൽ കൂടി ബഹുമാനപുരസ്സരം നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ഈ വേദിയെ സമുഷ്ടപൂർവ്വം പുണ്യമാക്കിയ ബ്രഹ്മശ്രീ ശ്രീ അജയ് ആചാര്യ അദ്ദേഹത്തിനുള്ള ആദരവാണ് അടുത്തത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആദരം സ്വീകരിക്കുന്നതിന് ക്ഷണിക്കുന്നു. ആദരം നൽകുന്നതിനായി ബഹുമാനായ എറണാകുളം ജില്ലാ കൺവീനർ ശ്രീ ഹരീഷ് നെടുമുടിയെ ക്ഷണിക്കുന്നു.
ഏറ്റവും സ്നേഹത്തോടെ കവിതാകൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അനുമോദനം നൽകുന്നതിനായി ട്രസ്റ്റിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ശ്രീ ദേവദാസ് ആചാര്യയെ ക്ഷണിക്കുന്നു. അടുത്തതായി